ഒമാന്റെ ആദ്യത്തെ പരീക്ഷണാത്മക റോക്കറ്റ് ദുഖ്മ 1 ഈ മാസം 4-ന് വിക്ഷേപിക്കും. ദുഖ്മിലെ ഇത്ലാഖ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്നാണ് റോക്കറ്റ് കുതിച്ചുയരുക. നാഷണൽ സ്പേസ് സർവീസസ് കമ്പനിയാണ് ഒമാന്റെ ബഹിരാകാശ മേഖലയിലെ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത്. സുൽത്താനറ്റ് തങ്ങളുടെ ആദ്യത്തെ പരീക്ഷണാത്മക ശാസ്ത്രീയ റോക്കറ്റ് ദുഖും 1 ഇത്ലാഖ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പദ്ധതി നാഷണൽ സ്പേസ് സർവീസ് കമ്പനിയുടെ കീഴിലാണ് നടക്കുന്നത്. ദുഃഖം മറൈൻ ഏരിയയിൽ ഡിസംബർ 4-ന് രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് വിക്ഷേപണം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകൾ കാരണം ലോഞ്ച് പൊതുജനങ്ങൾക്കായി തുറന്നിട്ടില്ല. 123 കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റിന് 6.5 മീറ്റർ ഉയരമുണ്ട്. സെക്കൻഡിൽ 1530 മീറ്റർ വേഗതയിൽ ഉയരും. 2025-ൽ 3 വിക്ഷേപണം കൂടി ഒമാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ബഹിരാകാശ പ്രവർത്തനത്തിൽ ഒമാന്റെ ഭൂമിശാസ്ത്രപരമായ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുക, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ പ്രാദേശികവൽക്കരിക്കുക, നിക്ഷേപം ആകർഷിക്കുക, സ്വകാര്യ മേഖലാ പങ്കാളിത്തം വളർത്തുക തുടങ്ങിയവയും പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങളാണ്. പൂർണ്ണവും പ്രവർത്തനക്ഷമമായ ബഹിരാകാശ പോർട്ട് സ്ഥാപിക്കുന്നതിന്റെ പ്രാരംഭഘട്ടം കൂടിയാണ് ഈ പദ്ധതിയെന്ന് ഗതാഗത വാർത്താവിനിമയ ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി സെയ്ദ് ബിൻ ഹമൂദ് അൽ മവാലി പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്.